നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ഓഗസ്റ്റ് 2 ശനി 2025 വാർത്തകളിലേക്ക്. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. 51 വയസ്സായിരുന്നു. ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനാണ് നവാസ് എത്തിയെന്നാണ് പ്രാഥമിക വിവരം. എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിൽ റൂം ബോയ് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നവാസിനെ മുറിയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത്. പ്രശസ്ത നാടക ചലച്ചിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ജനിച്ച നവാസ് മിമിക്രിയിലൂടെയാണ് കലാരംഗത്തെത്തിയത്. കലാഭവനിൽ ചേർന്നോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. നവാസിന്റെ സഹോദരൻ റിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ്. ചലച്ചിത്ര താരമായിരുന്ന രഹരിയാണ് ഭാര്യ. മക്കൾ നെഹ്റിൻ, റിദ്വാൻ, റഹാൻ. 2021 മികച്ച നടന്മാർക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഷാരൂഖ് ഖാനും വിക്രം മാസിക്കും, മികച്ച നടി റാണി മുഖർജിയാണ്. മികച്ച സഹനടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ പ്രിയതാരങ്ങളായ വിജയരാഘവനും ഉർവശിയും നേടി. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രം. ദ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് സുദീപ് സെന്നിനെ മികച്ച സംവിധായകനായി തെരഞ്ഞെടുത്തു. വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ ആണ് മികച്ച ഫീച്ചർ സിനിമ. ജവാൻ എന്ന ചിത്രത്തിനാണ് ഷാരൂഖ് ഖാന് പുരസ്കാരം. 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിക്രാന്ത് മാസിയെ മികച്ച നടനായി തെരഞ്ഞെടുത്തത്. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് റാണി മുഖർജിക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിക്ക് ലഭിച്ചത്. ഗുജറാത്തി നടി ജാനകി ബോധിവാലയോടൊപ്പമാണ് ഉർവശി പുരസ്കാരം പങ്കിട്ടത്. വിജയരാഘവൻ, MS ഭാസ്കർ എന്നിവരെ മികച്ച സഹനടന്മാരായി തിരഞ്ഞെടുത്തു. പൂക്കാലം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിജയരാഘവന് പുരസ്കാരം. പാർക്കിങ്ങിലെ അഭിനയമാണ് ഭാസ്കറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. പാർക്കിംഗ് ആണ് മികച്ച തമിഴ് ചിത്രം. GV പ്രകാശ് കുമാർ ആണ് മികച്ച സംഗീത സംവിധായകൻ. ആനിമൽ എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയ ഹർഷ് വർദ്ധൻ രമേശ് അവാർഡിന് അർഹനായി. 2018 എന്ന ചിത്രത്തിന് രംഗമൊരുക്കിയ മോഹൻദാസ് ആണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. പൂക്കാലം എന്ന ചിത്രത്തിന്റെ എഡിറ്റർ മിഥുൻ മുരളിയാണ് മികച്ച എഡിറ്റർ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ വിവാദമായ ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മികച്ച സംവിധാനമുള്ള അവാർഡ് നൽകിയത് അവഹേളനമാണെന്നും കലയെ വർഗീയത വളർത്താനുള്ള ആയുധമാക്കി മാറ്റുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള സ്റ്റോറിക്ക് അവാർഡ് നൽകിയതിലൂടെ അവഹേളിച്ചത് ഇന്ത്യൻ സിനിമയുടെ പാരമ്പര്യത്തെയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലും BJP സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്വേഷ കാമ്പയിനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രസ്താവനയിൽ പറഞ്ഞു. മതവിദ്വേഷം മാത്രം ലക്ഷ്യമിട്ടാണ് ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് പുരസ്കാരം നൽകിയെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും VD സതീശൻ പറഞ്ഞു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ദ കേരള സ്റ്റോറി സിനിമയ്ക്ക് അംഗീകാരം ലഭിച്ചത് അങ്ങേയറ്റം ഖേദകരമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ദ കേരള സ്റ്റോറിക്ക് ലഭിച്ച അംഗീകാരം മറ്റ് പുരസ്കാരന്റെ മൂല്യം തന്നെ കുറയ്ക്കുന്ന ഒന്നാണ്. ഇത് കലയോടുള്ള നീതിയല്ലെന്നും മറിച്ച് സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണെന്നും ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് ഒട്ടും ചേർന്നതല്ലെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും മതവിദ്വേഷം വളർത്താനും ഉദ്ദേശിച്ചുള്ള ഒരു സിനിമയ്ക്ക് പുരസ്കാരം നൽകിയത് അക്ഷന്തവ്യമായ തെറ്റാണെന്ന് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചു. മതനിരപേക്ഷതയും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ സിനിമയുടെ മഹത്തായ പാരമ്പര്യത്തിന് ഇത് അവമാനമാണ്. ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കാൻ കലയെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമമാണെന്നും സജി ചെറിയാൻ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കി. ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് ടൗൺഷിപ്പിലെ വീടുകൾക്കുള്ള ചെലവ് എത്രയെന്നാണെന്ന് വ്യക്തമാക്കി റവന്യൂ മന്ത്രി K രാജൻ. മാതൃകാ വീട് നിർമ്മാണം പൂർത്തിയായതിന് പിന്നാലെ ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയായിട്ടാണ് മന്ത്രി കണക്കുകൾ നിരത്തിയത്. ഒരു വീടിന് 30 ലക്ഷം രൂപ ചിലവായെന്നും എന്നാൽ ആ തുകയ്ക്കനുസരിച്ചുള്ള വലിപ്പം വീടില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് വീടിന്റെ സവിശേഷതയും ചെലവും വിശദീകരിച്ച് മന്ത്രി കുറിപ്പ് ഇറക്കിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണങ്ങൾ കാണാതായിട്ടില്ലെന്ന് ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങളെല്ലാം വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ്. ഉപകരണങ്ങളൊന്നും കാണാതായിട്ടില്ല. 14 ലക്ഷം രൂപ വില വരുന്നതാണ് ഓസിലോസ്കോപ്പ്. ആ ഉപകരണത്തിൽ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ഉപകരണങ്ങൾ കേടാക്കിയിട്ടില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. മന്ത്രി പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം നടന്നോ എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത് പ്രോസിക്യൂഷൻ ബിലാസ്പൂരിലെ NIA കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് സർക്കാർ ജാമ്യം നൽകുന്നതിനെ എതിർത്തത്. ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ ഛത്തീസ്ഗഡ് സർക്കാർ സാങ്കേതികമായി എതിർത്തെങ്കിലും കന്യാസ്ത്രീകളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ലെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീ ജാമ്യം ലഭിക്കാനുള്ള അവസരം ഉറപ്പുവരുത്തുമെന്നും അമിത്ഷാ പറഞ്ഞിട്ടും സ്ഥിതി മാറിയെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാമ്പാനി. സർക്കാരിന്റെ വക്കീൽ കന്യാസ്ത്രീകൾ ജാമ്യമില്ലാ കുറ്റം ചെയ്തെന്ന് കോടതിയിൽ പറഞ്ഞു. അതോടെ സ്ഥിതികൾ മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും ഛത്തീസ്ഗഡ് സർക്കാർ ഒപ്പം നിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് ചില നിക്ഷിപ്ത താൽപര്യം ഉള്ളതുകൊണ്ടാണെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ നേരെ നടന്ന കടന്നാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
താൽക്കാലിക VC നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി വീണ്ടും കത്തയച്ചു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല നിയമപ്രകാരം അല്ല VC നിയമനം നടത്തിയത്. സുപ്രീംകോടതി വിധി വന്ന ശേഷവും അതിന്റെ അന്തസത്തയ്ക്കെതിരായ നടപടിയാണ് ഗവർണറിന് ഉണ്ടായത്. നിയമന നടപടി സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ്. കേരള സർവകലാശാലയിൽ തർക്കം രൂക്ഷമാകുന്നു. വൈസ് ചാൻസലർ മോഹൻ കുന്നുവർ വിളിച്ച യോഗത്തിൽ വാക്ക് തർക്കമുണ്ടായി. PM ഉഷ ഭക്തി നടത്തിപ്പിന്റെ ഓൺലൈൻ യോഗത്തിലാണ് നാടകരംഗങ്ങൾ അരങ്ങേറിയത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയുടെ അവകാശവാദം വീണ്ടും തള്ളി വിദേശകാര്യ മന്ത്രാലയം. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നലെ പരിഗണിച്ചില്ല. സ്വാഭാവിക നടപടിയായ മുൻകൂർ ജാമ്യാപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം തേടി. ഹൈക്കോടതിയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപ കൂടി അനുവദിച്ചതായി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ടിന്റെ രണ്ടാം ഗഡുവായി 1396 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിന്റെ അഞ്ചാം ഗഡു 214 കോടി രൂപയുമാണ് അനുവദിച്ചത്. നല്ല നിലയിൽ പാൽ നൽകിയ പശു ചത്ത സംഭവത്തിൽ നിസ്സാര കാരണം പറഞ്ഞ് ഇൻഷുറൻസ് നിഷേധിച്ച കമ്പനിക്ക് തിരിച്ചടി. മങ്കട സ്വദേശിയായ ക്ഷീര കർഷകന് 1.3 ലക്ഷം രൂപ നൽകാൻ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു. മങ്കടയ്ക്കടുത്ത് തയ്യൽ സ്വദേശിയും ക്ഷീര കർഷകനുമായ തയ്യൽ ഇസ്മായിൽ നൽകിയ പരാതിയിലാണ് വിധി. ഇടുക്കി അടിമാലിൽ 2.5 വയസ്സുകാരന് ചികിത്സ നിഷേധിച്ചതായി പരാതി. അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൃഷ്ണമൂർത്തിയുടെ കുഞ്ഞിനാണ് ചികിത്സ നിഷേധിച്ചത്. ശിശുരോഗ വിദഗ്ധയ്ക്ക് എതിരെയാണ് പരാതി. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. സാഹിത്യകാരൻ MK സാനുവിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. കൊച്ചി അമൃത ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് MK സാനു. ഇടുക്കി ശാന്തൻപാറ പേത്തൊട്ടിയിലെ കാർഡമം ഹിൽ റിസർവിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിന്ന് വ്യാപകമായി മരം മുറിച്ചു മാറ്റുന്നുവെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ ഹരിത ട്രിബ്യൂണൽ. കേസിൽ സംസ്ഥാന വനംവകുപ്പിലെ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉൾപ്പെടെ 5 കക്ഷികൾക്ക് ദേശീയ ഹരിത ട്രിബ്യൂണൽ നോട്ടീസ് അയച്ചു. കോതമംഗലത്ത് യുവാവ് വിഷം ഉള്ളിച്ചെന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ ചേലാട് സ്വദേശിനിയായ അദീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മാതിരപ്പള്ളി സ്വദേശി അൻസിലിനെയാണ് യുവതി വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയത്. യുവതി മറ്റൊരാളുമായി അടുപ്പത്തിലായിരുന്നു. അതോടെ അൻസിലിനെ ഒഴിവാക്കാനാണ് വിഷം നൽകിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഓണക്കാലത്ത് തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചു റെയിൽവേ. ചെന്നൈ, കൊല്ലം, മംഗലാപുരം, തിരുവനന്തപുരം റൂട്ടിലാണ് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത്. കോഴിക്കോട് പശുക്കടവ് കൊങ്ങാട് മലയിൽ പശുവിനെ തീറ്റാൻ പോയ കാണാതായ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ ബോബിയാണ് വനത്തുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം വാളാഞ്ചേരിയിൽ ബസ്സിൽ വെച്ച് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക നടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി. കുറ്റിപ്പുറം തൃക്കണ്ണാപുരം സ്വദേശി ഷക്കീറാണ് പിടിയിലായത്. ബസ്സിൽ വെച്ച് ഇയാൾ ഉപദ്രവിച്ചപ്പോൾ ബസ് ജീവനക്കാർ സഹായിച്ചില്ലെന്ന് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പരാതിപ്പെട്ടിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ 12 വയസ്സുകാരി പീഡിപ്പിച്ച് ഗർഭിണിയായ കേസിൽ പ്രതി പിടിയിൽ. കുട്ടിയുടെ അയൽവാസിയായ 62കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 മാസം മുമ്പ് വയറുവേദനയെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോഴാണ് ഗർഭിണിയാണെന്ന കാര്യം പുറത്തറിയുന്നത്. BJPക്ക് നേട്ടമുണ്ടാക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന ആരോപണമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബാംഗ്ലൂരിൽ മോചനദ്വീപ് ആവശ്യപ്പെട്ട് 13 തട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്ന് മൃതദേഹം കത്തിച്ചു. ബംഗളൂരു ക്രസ്റ്റ് സ്കൂളിലെ 8ാം ക്ലാസ്സുകാരനായ നിശിത് ആണ് കൊല്ലപ്പെട്ടത്. കുട്ടിയുടെ വീട്ടിൽ ഇടയ്ക്ക് വണ്ടി ഓടിക്കാൻ വരാനുള്ള ഗുരുമൂർത്തിയും കൂട്ടാളി ഗോപികൃഷ്ണയും ചേർന്നാണ് ക്രൂരകൃത്യം നടത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.